കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പുതിയ കണക്കുകൾ അറിയിക്കും. ലോക്ഡൌണിലെ ഇളവുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കും. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, ലോക്ഡൌൺ നീട്ടുമെന്നത് ഉറപ്പായിരിക്കുന്നു. പക്ഷേ എന്തൊക്കെ ഇളവുകൾ എന്നതാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ? രേണുക, മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ പതിവ് കോവിഡിന്റെ സ്ഥിതി വിവര കണക്ക്, ഇന്നത്തെ സംസ്ഥാനത്തിന്റെ സാഹചര്യം. മറ്റൊന്ന്, സംസ്ഥാനത്ത് 10 ദിവസം കൂടി ലോക്ഡൌൺ നീട്ടിയിരിക്കുന്നു. രാവിലെ ചേർന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു. പക്ഷേ ഏതൊക്കെ മേഖലയിലാണ് ഇളവുകൾ നാളെ ഉണ്ടാവുക? കാരണം പൂർണ്ണാർത്ഥത്തിൽ നിലവിലുള്ള അതേ അവസ്ഥയിലായിരിക്കില്ല ലോക്ഡൌൺ. ചില കൂടുതൽ മേഖലകളിൽ ഇളവുകൾ വരും. അവലോകന യോഗത്തിന് ശേഷവും ഇത് സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ നടന്നിട്ടുണ്ട്. അക്കാര്യത്തിലാണ് ഏതൊക്കെ മേഖലയിലെ ഇളവുകൾ എന്ന സംബന്ധിച്ച ധാരണ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചില മേഖലകളിൽ ഇളവുണ്ടാകും. ഒപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം പുനരാരംഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ലോക്ഡൌൺ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ അക്കാര്യത്തിലേക്ക് സർക്കാർ ചിന്തിക്കുന്നുള്ളൂ. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വലിയ കുറവ് രേഖപ്പെടുന്നുണ്ട്. ദിവസങ്ങളായിട്ട് അത് കുറഞ്ഞു വരികയാണ്. ഇന്നത്തെ കണക്കും പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ 10 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10ലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു തരത്തിലേക്ക് സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കഴിയൂ എന്നതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആലോചനകൾ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പൊതുചിത്രം, ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ വ്യക്തത ഉണ്ടാകും. സജിത്ത്, മറ്റെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അനുപാതം സംബന്ധിച്ചുള്ള ഹൈക്കോടതി വിധി വലിയ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും. അക്കാര്യത്തിൽ ഇതുവരെ സർക്കാരിന്റെ നിലപാട് എന്തെന്ന് വ്യക്തമായിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി അതിൽ വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അതായത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്ത് എന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ അപ്പീൽ പോകുമോ, അല്ലെങ്കിൽ ഈ കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? വളരെയധികം സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഏതു തരത്തിൽ ഈ വിഷയത്തിൽ നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണ്. ക്രൈസ്തവ സംഘടനകൾ അടക്കമുള്ളവർ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലപാടെടുക്കുന്നു. ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികൾ അത്തരം നിലപാടെടുത്തു. അതേസമയം മുസ്ലിം ലീഗിനെ പോലെയുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ സർക്കാർ അപ്പീൽ നൽകണമെന്ന ഏതായാലും ആ നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൂടിയാണ്. എന്താണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷമായിരിക്കും അതിൽ കൂടുതൽ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും ആ ആകാംക്ഷയൊക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനുണ്ട്. ഏറ്റവും പ്രധാനം ലോക്ഡൌൺ ഇളവുകൾ എന്ത് എന്നത് അറിയാൻ തന്നെയായിരിക്കും. വാർത്താ സമ്മേളനം തുടങ്ങുന്നു, അതിലേക്ക്. ഇന്ന് 23,513 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,41,759 പരിശോധനകളാണ് നടന്നത്. മരണപ്പെട്ടത് 198 പേരാണ്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,33,034 പേരാണ്. ഇന്ന് 28,100 പേർ രോഗമുക്തരായി. രോഗവ്യാപന തോത് സംസ്ഥാനത്ത് കുറയുന്നുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ സംസ്ഥാനത്താകെ കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% താഴെയാണ്. 20% മുകളിൽ തിരുവനന്തപുരവും പാലക്കാടും നിൽക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ശരാശരി 20% താഴെയാണ്. തിരുവനന്തപുരത്ത് 20.21, പാലക്കാട് 23.86. മലപ്പുറം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്
17.25% കുറഞ്ഞു. മെയ് 21-ന് 28.75% മലപ്പുറത്തെ TPR. 23-ന് 31.53% ഉയർന്നിരുന്നു. അപ്പോൾ നല്ല കുറവുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മെയ് 30 മുതൽ മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒഴിവാക്കുകയാണ്. എന്നാൽ ലോക്ക്ഡൗൺ തുടരും, നിയന്ത്രണങ്ങൾ കർശനമായി ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, പൊതുവെ രോഗവ്യാപനം കുറയുന്നുണ്ട്, പക്ഷേ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള ഘട്ടത്തിലേക്ക് നാം എത്തിയിട്ടില്ല. എല്ലാ ജില്ലകളിലും സംസ്ഥാനത്താകെ മെയ് 31 മുതൽ ജൂൺ 9 വരെ ലോക്ക്ഡൗൺ തുടരും. ലോക്ക്ഡൗൺ ഘട്ടത്തിൽ ചില ഇളവുകൾ നൽകും. അത് അത്യാവശ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും, കയറ്, കശുവണ്ടി മുതലായവ ഉൾപ്പെടെ ആവശ്യമായ മിനിമം ജീവനക്കാരെ ഉപയോഗിച്ച് തുറന്നു പ്രവർത്തിക്കാം. പക്ഷേ ജീവനക്കാരുടെ എണ്ണം 50% കവിയാൻ പാടില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും നൽകുന്ന സ്ഥാപനങ്ങളും കടകളും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ 5 മണിവരെ തുറന്ന് പ്രവർത്തിക്കാം. അത് പാക്കേജിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും തുറക്കാം. ബാങ്കുകൾ നിലവിലുള്ള ദിവസങ്ങളിൽ തിങ്കൾ, ബുധൻ, വെള്ളി ആ ദിവസങ്ങൾ തന്നെയാണ് തുടരുക. പക്ഷെ സമയം വൈകുന്നേരം 5 മണിവരെയാക്കി ദീർഘിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ, വിവാഹാവശ്യത്തിനുള്ള ടെക്സ്റ്റൈല്, സ്വർണം, പാദരക്ഷ ഇവയുടെയൊക്കെ കടകൾ, ഇത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും. കള്ള് ഷാപ്പുകളിൽ കള്ള് പാഴ്സലായി നൽകാൻ അനുമതി നൽകും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കുന്നത്. പാഴ്വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം അനുവദിക്കും, അത് മാറ്റുന്നതിന് വേണ്ടി. ബ്ലാക്ക് ഫംഗസിനുള്ള മരുന്ന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കം രോഗികൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷേ വ്യത്യസ്തമായ വില ഈ മരുന്നിന് ഈടാക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അത് വലിയ വില കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. വൃദ്ധസദനങ്ങളിലുള്ള മുഴുവൻ പേർക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആദിവാസി കോളനികളിലും 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ പരമാവധി പൂർത്തീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. കിടപ്പ് രോഗികളായവർ, അവർക്ക് വാക്സിൻ നൽകാൻ പ്രത്യേക ശ്രദ്ധ നൽകും. അതുപോലെ നവജാത ശിശുക്കൾക്ക് കോവിഡ് ബാധിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ
ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമായ ജാഗ്രത പാലിക്കും. വാക്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ വാക്സിൻ ജൂൺ ആദ്യവാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലഭിച്ചാൽ നമ്മുടെ വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കും. ജൂൺ 15-നകം പരമാവധി വാക്സിൻ കയ്യിലുള്ളത് നൽകി തീർക്കുന്ന നടപടിയാണ് സ്വീകരിക്കുക. ലോക്ക്ഡൗൺ കാരണം RD കളക്ഷൻ ഏജന്റുമാർക്ക് പോസ്റ്റ് ഓഫീസിൽ കാശടക്കാൻ വിഷമം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ 2 ദിവസം ഇതിന് അനുമതി നൽകും. വ്യവസായശാലകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ KSRTC കൂടുതൽ വണ്ടികൾ ഓടിക്കും. നിയമന ഉത്തരവ് ലഭിച്ചവർ ഓഫീസുകൾ ജോയിൻ ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാരണം ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. അതിനാവശ്യമായ സൗകര്യം ചെയ്യും. ജോയിൻ ചെയ്യാൻ ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് കഴിയാത്തവർക്ക് സമയം ദീർഘിപ്പിച്ച് നൽകും. പ്രവാസികൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈൽ ഫോണിൽ നൽകുമ്പോൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് മാത്രമാണ് OTP സന്ദേശം പോകുന്നതെന്ന പ്രശ്നമുണ്ട്. ഭൂരിഭാഗം പേരും മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധപ്പെടുത്തി കാണില്ല. അതുകൊണ്ട് നിലവിലുള്ള, അതായത് കയ്യിലുള്ള മൊബൈൽ നമ്പറിൽ OTP കൊടുക്കാനുള്ള സംവിധാനം ആലോചിക്കും. 212 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 30% മുകളിലാണ് TPR. 17 സ്ഥാപനങ്ങളിൽ 50% മുകളിലും. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും. ഇടുക്കിയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ ഇടുക്കി ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി. മലപ്പുറത്ത് 25 പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി കിച്ചണും ജനകീയ ഹോട്ടലും ഇല്ല എന്നത് ഗൗരവമാണ്. ഇവയൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണല്ലോ. അക്കാര്യത്തിൽ ഒരലംഭാവവും ഉണ്ടാകാൻ പാടില്ല. ഇവ നിലവിലില്ലാത്ത പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് അധികൃതരെ വിളിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം സ്ഥലങ്ങളിൽ ഇവയുണ്ടാക്കുന്നതിനാവശ്യമായ മുൻകൈ ബന്ധപ്പെട്ടവർ എടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിന് പിന്നിലുള്ള പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2.5 ലക്ഷത്തിൽ താഴെ കൊണ്ടുവരിക എന്നതായിരുന്നു. ഇന്നലെയുള്ള കണക്കനുസരിച്ച് അത് ഏകദേശം 2,37,000 കുറക്കാൻ
നമുക്ക് സാധിച്ചിരിക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന രോഗികളുടെ എണ്ണം ഉയരാതെ സൂക്ഷിക്കാൻ ഇതുവഴി സാധിച്ചു. അതുകൊണ്ട് കോവിഡിന്റെ രണ്ടാമത്തെ തരംഗം ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളിലും സൃഷ്ടിച്ച പ്രതിസന്ധി നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ എന്നിവയൊന്നും തികയാതെ പോകുന്ന സാഹചര്യം ഇവിടെ ഉടലെടുത്തില്ല. രോഗികളാകുന്നവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്ന സാഹചര്യം കേരളത്തിൽ നിലനിർത്താനായി. മെയ് 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.07%. മെയ് 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ അത് 21.35%. കോഴിക്കോട്, ഇടുക്കി, വയനാട് എന്നിവ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16%-നും മുകളിലാണ്. ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പാലക്കാട് ജില്ലയിലാണ്. അത് 23.9%. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.6%. മെയ് 23 മുതൽ 25 വരെയും 26 മുതൽ 28 വരെയുമുള്ള ശരാശരി TPR തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പാലക്കാട് ജില്ലയിൽ 1.22%-ന്റെയും കൊല്ലം ജില്ലയിൽ 0.38%-ന്റെയും വർധനവുണ്ടായതായി കാണാം. ഇവിടെ നാം ഉൾക്കൊള്ളേണ്ട കാര്യം, ലോക്ക്ഡൗൺ പിൻവലിക്കാവുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അൺലോക്കിന്റെ ആദ്യഘട്ടത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആശുപത്രിയിലെ രോഗികളുടെ എണ്ണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഇനിയും കുറവുണ്ടാവണം. ICU ബെഡുകളുടെ ഉപയോഗം 60%-ന് താഴെയാകണം. തുടർച്ചയായ 3 ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15%-ന് താഴെയാകണം. എന്നാൽ നിലവിൽ സർക്കാർ ആശുപത്രികളിലെ ICU ബെഡുകളുടെ 70%-ലധികം ഉപയോഗത്തിലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാകട്ടെ 18%. അതോടൊപ്പം നിലവിൽ രോഗബാധിതരായ മൊത്തം ആളുകളുടെ എണ്ണത്തിലും പുതുതായി രോഗബാധിതരാകുന്നവരുടെ എണ്ണത്തിലും തുടർച്ചയായി 7 ദിവസം കുറവുണ്ടാവണം. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ലോക്ക്ഡൗൺ ഒഴിവാക്കിയതിനു ശേഷമുള്ള ആദ്യഘട്ട നിയന്ത്രണങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെയല്ലാതെ ലോക്ക്ഡൗൺ ഒഴിവാക്കിയാൽ രോഗവ്യാപനം കൂടുതൽ ശക്തമാവും. മാത്രമല്ല അത് നിയന്ത്രണാതീതമാവുകയും ചെയ്യും. ആരോഗ്യ സംവിധാനത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അധികമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ മരണസംഖ്യ ഒരുപാട് കൂടും. അത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്നത് തടയാനാണ് ലോക്ക്ഡൗൺ തുടരുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പൊതുസമൂഹത്തിൻ്റെ പരിപൂർണ പിന്തുണ ലോക്ക്ഡൗൺ വിജയകരമായി നടപ്പാക്കുന്നതിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. മഴക്കാലം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തികൾ അതിവേഗതയിൽ നടക്കേണ്ടതുണ്ട്. ജൂൺ 4, 5, 6 തീയതികളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തും. 4-ന് തൊഴിലിടങ്ങളിൽ, 5-ന് പൊതു ഇടങ്ങളിൽ, 6-ന് വീടും പരിസരവും. ഈ തരത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വകുപ്പുകളും ഇക്കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കും. കാലവർഷം തുടങ്ങുമ്പോൾ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. അത്തരം ക്യാമ്പുകളിൽ വൈറസ് ബാധയുള്ളവർ എത്തിയാൽ കൂടെയുള്ളവർക്കാകെ പകരുന്ന സ്ഥിതി വരും. അതൊഴിവാക്കാൻ റിലീഫ് ക്യാമ്പുകളിൽ ടെസ്റ്റിംഗ് ടീമിനെ നിയോഗിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. കിടപ്പ് രോഗികൾക്കെല്ലാം വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് കാണുന്നത്. കേരള കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ഉൽപാദന മേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് ഇന്നലെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത ആരായാനായിരുന്നു വെബിനാർ. നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ലൈഫ് സയൻസ് പാർക്കിന്റെ സ്ഥലം ഉപയോഗിച്ച് വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വാക്സിൻ കമ്പനികൾക്ക് വലിയ താൽപ്പര്യമുണ്ട്. ആ കാര്യം പരിഗണിക്കും. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് വാക്സിനേഷൻ നൽകാൻ ആരംഭിച്ചപ്പോൾ മെയ് 19 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം 32 വിഭാഗം ആളുകൾക്ക് മുൻഗണന നൽകിയിരുന്നു. മെയ് 24 പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം 11 പുതിയ വിഭാഗങ്ങൾ കൂടെ അതോടൊപ്പം ചേർത്തിരിക്കുന്നു. അതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനും പഠനത്തിനുമായി പോകേണ്ടവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനവും മറ്റുള്ളവരുടെ ജീവനോപാധികളും നഷ്ടപ്പെടാതിരിക്കാനാണ് അവർക്കുകൂടെ ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്.
കേന്ദ്ര സർക്കാരിൻ്റെ മുൻപുണ്ടായ മാർഗനിർദ്ദേശമനുസരിച്ച് 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ രണ്ടാമത്തെ ഡോസ് വാക്സിൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വിദേശത്ത് പോകേണ്ട പലരും യാത്രകൾക്ക് തയ്യാറെടുത്തിരുന്നു. രണ്ടാമത്തെ ഡോസ് ലഭിക്കാനുള്ള സമയം 12 മുതൽ 16 ആഴ്ച ദീർഘിപ്പിച്ച് പുതിയ കേന്ദ്ര സർക്കാർ മാനദണ്ഡം അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. പല രാജ്യങ്ങളും വാക്സിനേഷന് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കോവിൻ പോർട്ടലിൽ അതിനുള്ള സംവിധാനം സജ്ജമല്ല. കോവാക്സിന് ഇതുവരെ WHO അംഗീകാരം നേടിയെടുത്തിട്ടില്ല. പല രാജ്യങ്ങളും കോവാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശനാനുമതി നൽകുന്നുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വേഗം തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദേശത്ത് പോകേണ്ടവരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വാങ്ങിച്ച വാക്സിനുകൾ നൽകുമ്പോൾ അവരെ കൂടെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം പാസ്പോർട്ട് നമ്പർ ഉൾപ്പെടെ അവർക്ക് ആവശ്യമായ വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകുകയും ചെയ്തു. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായ വിസ, ജോലിയുടെയും പഠനാവശ്യങ്ങളുടെയും വിശദാംശങ്ങൾ എന്നിവയുമായി വേണം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ ഇളവിന്റെ ഭാഗമായി പല ദിവസങ്ങളിലായി പല സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി നൽകുന്നത്. ഇങ്ങനെ തുറക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അവിടെ എത്തുന്നവരും കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. കുറേ ദിവസം അടഞ്ഞുകിടന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിന് മുൻപ് അത് പൂർണ്ണമായി ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കണം. സ്ഥാപനത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ആളുകളെ അകത്ത് പ്രവേശിപ്പിക്കാവൂ. സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ധരിക്കുക മുതലായ മുൻകരുതലുകൾ കർശനമായി നടപ്പാക്കണം. ഈ നിർദ്ദേശങ്ങൾ ചിലരിപ്പോഴും കൃത്യമായി പാലിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. PN പണിക്കർ ഫൗണ്ടേഷൻ തങ്ങളുടെ ബസ് മൊബൈൽ വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 6 മാസത്തേക്ക് വിട്ടു നൽകി. ഇരിട്ടി DYSP പ്രിൻസ് അബ്രഹാം ആജീവനാന്തം പ്രതിമാസം 2000 രൂപ നൽകുമെന്ന് സമ്മതപത്രം കൈമാറി. കൊട്ടാരക്കര കില
CHRD ജീവനക്കാരനായ S. കൃഷ്ണകുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ ശമ്പളത്തിൽ നിന്ന് 1000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് CITU തൃശൂർ ജില്ലാ കമ്മിറ്റി 5 ലക്ഷം രൂപ ചെലവിൽ ജലശുദ്ധീകരണ പ്ലാന്റ്, പൾസ് ഓക്സിമീറ്റർ, PPE കിറ്റ് എന്നിവ നൽകി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം ശ്രീ ഗോകുലം ഗോപാലൻ 1 കോടി രൂപ, കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി 1 കോടി രൂപ, CSI ദക്ഷിണ കേരള മഹാ ഇടവക കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതിനോടൊപ്പം 30 ലക്ഷം രൂപ നൽകുന്നതിൻ്റെ ആദ്യ ഗഡുവായി 10 ലക്ഷം രൂപ. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ 3 കോടി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വാർഷിക ദിനത്തിൽ കമ്പനി നൽകാറുള്ള വാർഷിക സമ്മാനം വേണ്ടെന്ന് വെച്ച് ജീവനക്കാർ 1,62 ലക്ഷം രൂപ കൈമാറി. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷന്റെ കേരള ഘടകം 20 ലക്ഷം രൂപ. കളമശ്ശേരി മുനിസിപ്പാലിറ്റി 25 ലക്ഷം. കോഴിക്കോട് സിറ്റിയിലെ കൺട്രോൾ റൂം, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകളിലെ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു ലഭിക്കുന്ന ശമ്പളത്തിന്റെ ആദ്യ ഗഡു 15,19,534 രൂപ. ചേർത്തല ഓട്ടോ കാസ്റ്റിലെ ജീവനക്കാരുടെ വിഹിതമായി 15 ലക്ഷം. കണ്ണൂർ താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെയും അതിന് കീഴിൽ വരുന്ന വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെയും മാറ്റിവെച്ച ശമ്പളത്തിന്റെ ആദ്യ ഗഡു 13,55,071 രൂപ. പയ്യോളി സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. സിയാൽ മാനേജിംഗ് ഡയറക്ടർ VJ കുര്യൻ 2 ലക്ഷം. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. കേരളപ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതവും ചേർത്ത് 8,25,000. വാഴയൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 7,79,514. ഉഴമലക്കൽ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർമാരും ജീവനക്കാരും അടക്കം 7,70,000. നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് 7,41,018. കോറമ്പാടം സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി 6,58,912. കൂട്ടുമുഖം സർവീസ് സഹകരണ ബാങ്ക് 5,37,400. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ആദ്യ ഗഡു 5,36,920 രൂപ. നരിക്കുനി സർവീസ് സഹകരണ ബാങ്ക് 5,07,283. അഴിയൂർ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാരും സ്ഥാപനവും ചേർന്ന് 5 ലക്ഷം. മണിമല ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പ്രവാസി വ്യവസായി കാട്ടുപ്പരത്തി സുലൈമാൻ ഹാജി 1,11,111 രൂപ. കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപക വിഹിതം 4,61,380. ഇരിട്ടി DYSP ഓഫീസിലെയും ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെയും 40 പോലീസുകാർ ചേർന്ന് 3,65,129 രൂപ. എറണാകുളം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ 56 ജീവനക്കാർ
മാറ്റിവെക്കപ്പെട്ട സാലറിയുടെ ഒന്നാം ഗഡു 3,55,379 രൂപ. UK സ്വാൻസിയിൽ നിന്നും ബിരിയാണി ചാലഞ്ചിലൂടെ 3,03,930 രൂപ. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും അധ്യാപകരും ലാബ് അസിസ്റ്റന്റും 2,97,402. കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം 2,50,000. കോഴിക്കോട് ചിക്കിലോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും 2,16,232. സഹകരണ വകുപ്പ് തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് എന്നീ ഓഫീസുകളിലെ ജീവനക്കാർ 2,10,140 രൂപ. കേരള ഇറിഗേഷൻ ആൻഡ് പ്രോജക്ട് വർക്കേഴ്സ് യൂണിയനിലെ SLR ജീവനക്കാർ 1,98,468 രൂപ. കോഴിക്കോട് റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഡിവൈഎസ്പിയും ഉദ്യോഗസ്ഥരും 1,87,482 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടൂളി വെസ്റ്റ് യൂണിറ്റ് 1,77,000. പ്രവാസി സഖാക്കൾ മേപ്പാടി 1,63,400. പാലക്കാട് ജില്ലാ ബാങ്കിൽ നിന്നും ജനറൽ മാനേജരായി വിരമിച്ച ഗോപിനാഥ്, മകൾ ശ്രീന, ഭാര്യ ശാന്ത 1,25,000. CPIM വെള്ളൂർ LC 1,11,650. യുവഗായകരുടെ കൂട്ടായ്മ നാട്ടിൽ എവിടെയാ 1,08,639. ആയുർവേദ കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ അജിത് കുമാർ 1,00,000. റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ജോയിന്റ് ഡയറക്ടർ ഇരിഞ്ഞാലക്കുട സ്വദേശി സോമൻ കടവത്ത് 1,00,000. പള്ളിച്ചൽ ശ്രീനിലയത്തിൽ SK ബാലയും കൃഷ്ണ ശ്രീജിത്തും 1,00,000. യുവജനതാദൾ S ചിറ്റൂർ നിയോജകമണ്ഡലം കമ്മിറ്റി 1,00,000. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ KS രവികുമാർ 1,00,000. കാഞ്ഞങ്ങാട് സൗത്ത് സ്വദേശി KD തോമസ് 1,00,000. കേരളത്തിലെ യൂട്യൂബർമാരുടെ രജിസ്റ്റേർഡ് സംഘടന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള 1,00,000. തിരുവനന്തപുരം സിറ്റി വെസ്റ്റ് ട്രസ്റ്റ് ലയൺസ് ക്ലബ് 1,00,000. തിരുവനന്തപുരം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 77,290. R ശങ്കരനാരായണൻ തമ്പി ഫൗണ്ടേഷൻ 70,000. SFI പാനൂർ ഏറിയ കമ്മിറ്റി കരിയാട് തെയ്യത്താമ്പറമ്പ് സ്വദേശി ജാനകി അമ്മ നൽകിയ ആടിനെ ഓൺലൈൻ ലേലം നടത്തി സമാഹരിച്ച 55,352 രൂപ. മലയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രാമചന്ദ്രൻ 50,000 രൂപ. ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ദേവികുളം യൂണിറ്റ് 50,000. ബ്രണ്ണൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ P സാവിത്രി 50,000. എഴുത്തുകാരിയും കവയിത്രിയുമായ ജയഗീത മകളുടെ വിവാഹ ചടങ്ങുകൾ ലളിതമാക്കി 50,000. പത്തനംതിട്ട പമ്പ ഫെർട്ടിലൈസേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ മാത്യു K തൊമ്മൻ 50,000. NCP കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ഒറ്റപ്ലാക്കൽ 50,000. ഷാർജയിലെ പിയാനോ അധ്യാപകനായ നാസറും ഭാര്യ സമീറയും ചേർന്ന് 34,860 രൂപ. സാജിമോഹനൻ ജ്യോതി സുപ്രീം ടെക്സ്റ്റൈൽസ് നെന്മാറ 32,000. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം 25,800. മയിൽ സായി ഗീതിലെ റിട്ടയേർഡ് അധ്യാപിക ദമ്പതികളായ PK വേലായുധൻ KK ലളിതകുമാരി 25,000.
റെസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അണ്ടലൂർ 25,000. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിരമിച്ച SI മോഹനൻ മേനോക്കി 25,000. SBIയിൽ നിന്ന് വിരമിച്ച നാലാഞ്ചിറ മണ്ണഞ്ചാലിൽ ജോർജ് കുട്ടി ഡാനിയേൽ 25,000. ആയിത്തര തണ്ടയാങ്കണ്ടിയിലെ റിട്ടയേർഡ് അധ്യാപിക രാധ കട്ടൻ 25,000. പാട്യത്തെ റിട്ടയേർഡ് അധ്യാപകൻ ഒറ്റപ്പുരക്കൽ രാഘവൻ മാസ്റ്റർ 25,000. മാലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ കുഞ്ഞിമാത ടീച്ചർ 25,000. നെന്മാറ ചാത്തമംഗലം സഖാക്കൾ 21,000. ഡോക്ടർ മനോജ് കുമാർ നെന്മാറ 20,000. CPM അണ്ടലൂർ കാറാടി ബ്രാഞ്ച് 13,000. മീനങ്ങാടി നെല്ലിക്കണ്ടം ആദിവാസി കുറുമ കോളനിയിലെ 11 കുടുംബങ്ങൾ ചേർന്ന് 10,200. പായം വട്ടിയറയിലെ വടവതി നാണുവേട്ടന്റെ മരണാനന്തര ചടങ്ങിനായി മാറ്റിവെച്ച തുക 10,000. ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളുടേതായുള്ള സംഭാവനയും ധാരാളം ഉണ്ടാകുന്നുണ്ട്. പിറന്നാൾ ആഘോഷത്തിന് മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ കൊടുക്കുന്ന തുക, സമ്പാദ്യ കുടുക്കയിൽ കാലങ്ങളായി സൂക്ഷിച്ച തുക, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും സൈക്കിൾ വാങ്ങാനും സൂക്ഷിച്ച തുകയൊക്കെയാണ് ഇവർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത്. ഋഷികേശും ഹരിനന്ദും ചേർന്ന് 2,000. കോഴിക്കോട് വേളമ്പി പാർത്ഥീവ് 1,439. വയനാട് ഏച്ചോട സർവീസ് സർവോദയ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ജവർഷ 1,050. കുടുങ്ങപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി നിഷാൽ 1,000. നെന്മാറ BBM സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി അബിത് KS 1,001. തുമ്പോളി 4ാം ക്ലാസ്സുകാരൻ അനന്തുകൃഷ്ണ 749 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ന്യൂനപക്ഷ സംവരണവുമായി ബന്ധപ്പെട്ട ഇന്നൊരു കോടതി വിധിയുണ്ട്. എന്താണ് സർക്കാരിന്റെ നിലപാട്? ഇത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും നടപ്പാക്കി വന്ന ഒന്നായിരുന്നു ഇത്. ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. CMA നിർമ്മാണ മേഖലയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സിമെന്റ് അതുപോലെ തന്നെ ഈ കമ്പി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ഈ ഇൻഡസ്ട്രിയൽ ഓക്സിജൻ കിട്ടുന്നില്ല, അത് കാരണം ഒരു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്സിജന്റെ കാര്യത്തിൽ ആദ്യം പ്രാധാന്യം വരിക ജീവൻ രക്ഷിക്കാനുള്ളതാണല്ലോ. അതിനാവശ്യത്തിന് വന്നാൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. ഈ ഇളവുമായി ബന്ധപ്പെട്ട് ഈ പുഷ്പ വ്യാപാരികൾ കേരളത്തിൽ പലയിടത്തും പുഷ്പ കൃഷി നടക്കുന്നുണ്ട്. അവർക്കത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പുഷ്പ വ്യാപാരികൾക്കും ബാർബർ ഷോപ്പ് ഉൾപ്പെടെയുള്ള ഈ ബ്യൂട്ടി പാർലർ ഇവർക്കൊന്ന് വ്യവസ്ഥ വെച്ച് ഒരു ദിവസമെങ്കിലും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പുഷ്പത്തിന്റെ കാര്യത്തിൽ കൃഷിയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിന്റെ ഭാഗമായി ആ കാര്യം പരിഗണിക്കാവുന്നതാണ്. മറ്റത് ആലോചിച്ച് നിശ്ചയിക്കാം. CMA നിർമ്മാണ മേഖലയിൽ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വില വർദ്ധിപ്പിക്കുന്നതായിട്ടൊരു പരാതിയുണ്ട്. സിമെന്റിന് 350 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 550 രൂപ വെച്ച് വാങ്ങിക്കുന്നു എന്നൊരു പരാതി. അതുപോലെ പച്ചക്കറിക്ക് ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നുള്ള ഒരു പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമോ? അത്തരത്തിലുള്ള വില വർധനവിനെതിരെ കർശനമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങും. ഇപ്പൊ തന്നെ നീങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നീങ്ങിയത് മരുന്നിന്റെ കാര്യത്തിലാണ്. അതിൽ അറസ്റ്റും മറ്റും കടയടപ്പിക്കലും ഒക്കെ ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കും ബാധകമാക്കും. ഈ മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസവും. അപ്പോൾ എന്താണ് ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു കാരണം? കൃത്യമായി ആ മരണ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ വരുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ദിവസം സഭയിൽ തന്നെ മീഡിയ റൂമിൽ പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഈ മരണങ്ങളുടെ കാര്യത്തിൽ ഒരു അന്വേഷണം സർക്കാർ തന്നെ നടത്തണമെന്ന്. കാരണം
ഹൃദ്രോഗം വന്ന ആൾ, കോവിഡ് വന്ന ആൾ ഹൃദ്രോഗം വന്ന് മരിച്ചാലും അത് കോവിഡ് പട്ടികയിൽ പെടാത്തൊരു സാഹചര്യം വരുന്നുണ്ടെന്നാണ്. അപ്പോൾ സമീപകാലത്തായി ഇത്രയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം എന്താണ്? മരണസംഖ്യ ഉയരുന്നതിന് കാരണം കോവിഡ് വ്യാപനം വർദ്ധിച്ചതാണ്. ഈ വ്യാപനം വലിയ തോതിൽ കൂടിയാൽ അതിന് ആനുപാതികമായി മരണസംഖ്യയും ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ മരണം അതിൻ്റെ ഭാഗമായി മറ്റ് നടപടിക്രമങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ICMR നിർദ്ദേശിച്ച പ്രോട്ടോക്കോളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർമാർ കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും അതത് സ്ഥലത്തെ ഡോക്ടർമാർ കണക്കാക്കിയ അതാണ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ മറ്റപാകതകൾ സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല. CMA കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കിയ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇതുവരെയും നടന്നിട്ടില്ല. സെപ്റ്റംബറിൽ നടക്കേണ്ട പരീക്ഷയായിരുന്നു. ആരോഗ്യ സർവകലാശാലയിലും MG സർവകലാശാലയിലുമായിട്ട് ഏതാണ്ട് 6000-ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ പലരും ഈ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് പഠിച്ചത്. അപ്പൊ അവർക്കത് തിരിച്ചടക്കേണ്ട സമയമായി. പക്ഷെ പരീക്ഷ പോലും നടക്കുന്നില്ല. ആ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കാം. പല പരീക്ഷകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന്റെ വ്യാപനം കുറഞ്ഞു വരികയാണ്. അത് പരീക്ഷ നടത്തുന്നതിന് സാധാരണഗതിയിൽ വലിയ വിഷമം വരില്ല എന്നാണ് തോന്നുന്നത്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ ഇപ്പോൾ രണ്ട് അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഒരു വിഭാഗം ഇത് അതേപടി നടപ്പാക്കണമെന്നും മറ്റൊരു വിഭാഗം അപ്പീൽ പോകണമെന്നും. ഈ രണ്ട് വിഭാഗക്കാരെയും നമ്മളൊരു ചർച്ച നടത്തുമോ, അല്ലെങ്കിൽ ഈ 80-20 ഒരു വിഭാഗത്തിന് കൂടുതലായി കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ ഒരു ചിന്ത സർക്കാരിന് ഇപ്പോൾ ഉണ്ടോ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ? ഇതിൽ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണിത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട് നടപ്പാക്കി വന്നതാണ്. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മേലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ നിലപാടെടുക്കാൻ പറ്റൂ. CM അങ്ങനെ ഇത് പറയുമ്പോഴും മന്ത്രി MV ഗോവിന്ദൻ ഒരു വ്യത്യസ്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മാധ്യമങ്ങളെ ഉച്ചയ്ക്ക് കണ്ടപ്പോൾ വിധി നടപ്പാക്കും എന്ന് ഷാർപ്പായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് CM കാണുന്നത്? അല്ല, അത് ഹൈക്കോടതിയുടെ ഒരു വിധിയാവുമ്പോൾ ആ വിധിയെ മാനിക്കണമല്ലോ ഒരു മന്ത്രി. അതിൻ്റെ ഭാഗമായുള്ള വാചകമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അത് സാധാരണക്കാർക്ക് അങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതി വിധിയോടുള്ള ബഹുമാനം എല്ലാവരും പ്രകടിപ്പിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. എന്നാൽ ആ വിധിയുടെ നാനാവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ദീർഘകാലം നടപ്പായ ഒരു കാര്യമായതുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് ഗവൺമെന്റ് നിലപാടെടുക്കുകയാണ് ചെയ്യുക. ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഒരു മാസം 600 രൂപ വെച്ച് സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, ആശ്വാസകിരൺ. അത് കഴിഞ്ഞ 17 മാസമായിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സാധാരണ നിലക്ക് അങ്ങനെ വരാനിടയില്ല. ഏതെങ്കിലും ചില കാര്യങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. CM ഈ കിടപ്പ് രോഗികൾക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുമെന്ന് പറയില്ല, അതുപോലെ തന്നെ ശ്രദ്ധ വേണ്ടുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അത് ആരും അങ്ങനെ കാര്യമായിട്ട് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഈ വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, നല്ലൊരു ശതമാനം ഉണ്ടത്. അപ്പൊ അവർക്ക് പ്രത്യേകം ഡോക്ടർമാരുടെ നിരീക്ഷണം വേണ്ട ആളുകളാണ്, അവർക്ക് മറ്റ് അസുഖമുള്ള ആളുകളുമാണ്. അപ്പം അവരെയും കൂടെ നമ്മൾ ഇതിന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കണം. അത്തരം ആളുകൾക്ക് പ്രത്യേക നിരീക്ഷണത്തിലൂടെ മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് ഡോക്ടർമാരുടെ കരുതലും നിരീക്ഷണവും ആ കാര്യത്തിലുണ്ടാകും. അത് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറയാം. ഈ PSC അഡ്വൈസ് കിട്ടിയ ഒരു നിയമനം എന്ന് പറഞ്ഞു. സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ സ്കൂളുകൾ ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ അവർക്ക് ഈ നിയമനം കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത് ഈ ജില്ലകൾക്ക് അപ്പുറത്തേക്കുള്ള യാത്ര ഇനി അനുവദിക്കുമോ? സ്കൂളില് നിയമനത്തിന്റെ പ്രശ്നം നമ്മളെ കയ്യിൽ നിന്ന് വഴുകിപ്പോയല്ലോ. അതല്ലേ ഈ നമ്മൾ കണ്ടിരുന്നത്. ഇപ്രാവശ്യം അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോൾ, അതായത് സ്കൂളുകൾ തുറക്കുമ്പോൾ അവർക്കെല്ലാം നിയമനം നൽകുമെന്നാണ്. അവിടെ തന്നെയാണ് ഇപ്പോഴും സർക്കാർ നിൽക്കുന്നത്. പക്ഷേ സ്കൂൾ തുറക്കൽ നീണ്ടുപോയി. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവർക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിയമനം വന്നത്, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ സ്കൂൾ തുറക്കാതെ നിയമനം കൊടുക്കുക എന്നുള്ളത് അതിന് പ്രായോഗികമായി ചില വിഷമങ്ങളുണ്ട്. അത് മാത്രമാണ് വിഷമം. ജില്ല വിട്ടുള്ള യാത്ര അത് പ്രത്യേക ആവശ്യങ്ങൾ എന്ന നിലക്ക് വന്നാൽ മാത്രമേ സാധിക്കൂ. ഈ ഇളവുകളുടെ ഭാഗമായി എല്ലാവർക്കും ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്യുന്നവർ എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം അവരുടെ കയ്യിലുണ്ടാവണം. CM ഈ +1 പരീക്ഷ ഓണത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പായി തന്നെ ഈ പരീക്ഷാ ഭാഗങ്ങൾ ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിർണയം ഉണ്ടാകുമോ? അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെന്ന് പറയുന്നു. ഈ അധ്യാപകരൊക്കെ സ്കൂളുകളിൽ ഹാജരാകേണ്ട സാഹചര്യമുണ്ടോ?
ഓണത്തിനാണ് പരീക്ഷ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓണത്തിൽ ആരെങ്കിലും പരീക്ഷ നടത്തുക? ഓണാവധിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ പറ്റുമെന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്രയേ എടുക്കുന്നുള്ളൂ. അത് മറ്റേ അധ്യാപകരെ സ്കൂളുകളിൽ എത്തുക എന്നുള്ളത് ഇന്ന് ഒരാവശ്യമാണ്. കാരണം അധ്യാപകർ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനാണ് പോകുന്നത്. നേരിട്ടല്ല, ഓൺലൈനിലൂടെ സംവദിക്കാനാണ് പോകുന്നത്. അതിൻ്റെ അത്തരമൊരു മാറ്റം ഇപ്രാവശ്യത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ കുറേ കൂടി സജീവമാകും ഇതിൻ്റെ ഭാഗമായി. നേരത്തെ ഏകപക്ഷീയമായ ഒരു കേട്ടിരിക്കൽ മാത്രമാണ്. ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരും. അങ്ങനൊരു മാറ്റം വരുന്നുണ്ട്. ജൂൺ 15 സർവകലാശാല പരീക്ഷകൾ നടത്തും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അന്നേരം ഈ ലോക്ക്ഡൌൺ നീട്ടിയ പശ്ചാത്തലത്തിൽ അത് നീട്ടിവെക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടി, ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നടൻ പൃഥ്വിരാജ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഈ സംഘപരിവാർ വ്യാപകമായ ആക്രമണം നടത്തുന്നു. CM അതിനെ എങ്ങനെയാണ് കാണുന്നത്? 15 എന്ന് പറയുന്നത് 9-ന് ശേഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. ഇപ്പോൾ അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ എന്ത് വേണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പിന്നെ പൃഥ്വിരാജ് പ്രകടിപ്പിച്ച വികാരം നമ്മുടെ സമൂഹത്തിൻ്റെ വികാരമാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന വികാരം. അത് ശരിയായ രീതിയിൽ പൃഥ്വിരാജ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത്, അതിനോട് മാത്രമല്ല എല്ലാറ്റിനോടും, ഇങ്ങനെയുള്ള എല്ലാറ്റിനോടും അസഹിഷ്ണുത കാണിക്കുന്ന നിലപാടാണല്ലോ സംഘപരിവാർ സാധാരണ സ്വീകരിച്ചു വരാറുള്ളത്. അതിപ്പോൾ പൃഥ്വിരാജിൻ്റെ നേരെയും കാണിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. അതിനോട് നമ്മുടെ സമൂഹത്തിന് യോജിപ്പില്ല. ആ കാര്യത്തിൽ പൂർണ്ണമായും അത്തരം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സംഘപരിവാറിനോട് വിയോജിച്ച് തന്നെയാണ് നമ്മുടെ നാട് നിൽക്കുക. ഇത്തരം കാര്യങ്ങളിൽ പൃഥ്വിരാജിനെ പോലെ എല്ലാവരും മുന്നോട്ട് വരാൻ സന്നദ്ധമാവുകയുമാണ് വേണ്ടത്. ഈ സർക്കാരിന്റെ കീഴിലുള്ള ഈ കെട്ടിടങ്ങളിൽ വാടക നൽകേണ്ട ഒരു സ്ഥിതിയുണ്ട്. കടകൾ പൂട്ടിക്കിടക്കാണ് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട്. അതിലൊരു വാടക ഇളവ് നൽകുമോ? മറ്റൊന്ന്, ഈ മലപ്പുറം ജില്ലയിൽ ചില വാർഡ് മെമ്പർമാര് സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അവരുടെ അക്കൗണ്ടിലേക്ക് പിരിച്ച് എടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപവുമുണ്ട്. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നടപടി ഉണ്ടാകുമോ? അല്ല, അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ആർക്കെങ്കിലും സഹായം കൊടുക്കുന്ന ഒന്നാണ്. ആ സഹായം കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണല്ലോ ചെയ്യുക. അതേതെങ്കിലും ഒരു മെമ്പർക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ മാറ്റിയെടുത്താൽ അത് ഗുരുതരമായ വീഴ്ചയും കുറ്റകരമായ നടപടിയായിരിക്കും. അതിനെതിരെ ആവശ്യമായ നടപടിയും ഉണ്ടാവും. മലപ്പുറത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ധാരാളം പഞ്ചായത്തുകളിൽ ഇപ്പോൾ ജനകീയ ഹോട്ടലുമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണുമില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് അവിടെ. അക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കലക്ടറോട് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം സ്ഥാപിക്കാനാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. CMA രജിസ്ട്രാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ കുടികിടപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കാരണം പലർക്കും ഈ ബാങ്കുകളിൽ ഇന്ന് ലോൺ എടുക്കാൻ കഴിയുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കുമോ? മറ്റൊന്ന്, ഈ ഫ്രിഡ്ജുകൾ നന്നാക്കുന്ന കടകളുണ്ട്. അത് ഇപ്പോൾ തുറക്കാനുള്ള ഒരു അനുമതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഈ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പ്രധാന സംവിധാനം ഫ്രിഡ്ജുകളാണ്. അപ്പൊ അത് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഫ്രിഡ്ജ് ഇവിടെ തുറക്കാൻ? ഫ്രിഡ്ജുകൾ നന്നാക്കുന്ന കട. അത് ശരിയാ. ഫ്രിഡ്ജ് നന്നാക്കാനുള്ള കടകൾ അല്ലേ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അളവിൽ പെടും. അത് കുഴപ്പം വരില്ല. മറ്റത് ഓഫീസുകൾ ഇപ്പോൾ സാധാരണ നിലക്ക് കുറച്ച് ആളുകളെ വെച്ച് പ്രവർത്തിക്കുക എന്നുള്ള നില വന്നല്ലോ. അപ്പോൾ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. അപ്പോൾ കള്ള് പാഴ്സലായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ CM ഒരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞില്ല. മാത്രവുമല്ല, ഈ ബിവറേജ് MD നഷ്ടത്തിലാണ് എന്നുള്ള സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? 100 കോടിയോളം രൂപ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത് കാരണം നഷ്ടത്തിലാണെന്നും പറയുന്നു. അല്ല, അത് സ്വാഭാവികമല്ലേ. അടഞ്ഞു കിടക്കുമ്പോൾ പിന്നെ വരുമാനം കൂടില്ലല്ലോ. അത് സ്വാഭാവികമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം. അതാ നല്ലത്.